അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളൊരു വളകാപ്പ് നടത്തി കേട്ടോ. സോഷ്യൽ മീഡിയസിൽ മാത്രം കണ്ടിട്ടുള്ളൊരു സംഭവം ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് നേരിട്ട് നടത്തി. ഞങ്ങളുടെ ഒരു സുഹൃത്ത് സ്ഥലം മാറി പോകുവാണ് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാത്തിനും കൂട്ടായി ഉണ്ടായിരുന്ന 2 പേര് പ്രഗ്നൻ്റാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ചടങ്ങ് അങ്ങ് നടത്താമെന്ന് ഞങ്ങൾ കൂട്ടുകാരോട് തീരുമാനിച്ചു. അവർക്ക് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അവരോട് നമുക്ക് റീൽസ് എടുക്കാം, വീഡിയോസ് എടുക്കാം, എല്ലാവരും സാരിയൊക്കെ എടുത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ വന്ന് എല്ലാം കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര എക്സൈറ്റ്മെൻറ്റ്. അവരൊരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഒത്തു കൂടുന്നത് തന്നെ ഒരു സന്തോഷമല്ലേ അല്ലേ? അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലെ മറ്റുള്ളവർക്ക് കൂടുതൽ സന്തോഷം നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് അതിൽ സൂപ്പറാവില്ലേ? കൂടെ അവരുടെ സന്തോഷം കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. പിന്നെ പണ്ടത്തെയൊക്കെ കല്യാണ CD-കളിലൊക്കെ കാണുന്ന പോലെയായിരുന്നു കേട്ടോ. നമ്മൾ പറയുമ്പോൾ നിൽക്കുന്നു, നമ്മൾ പറയുമ്പോൾ ഇരിക്കുന്നു, നമ്മുടെ നിർദ്ദേശത്തിനനുസരിച്ച് ചലിക്കുന്നു. വളരെ രസകരമായ കുറേ നിമിഷങ്ങൾ കേട്ടോ. ഇതാരും പോസ് ചെയ്യുന്നല്ല കേട്ടോ. 2 പേരുടെ ഭർത്താക്കന്മാരും ആകസ്മികമായി ഒരേ സമയത്ത് ഫോൺ ചെയ്തതാണ്. ഒരാളുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. 2 പേർക്കും മധുരമൊക്കെ കൊടുത്ത് വളയൊക്കെ ഇടിയിച്ച് അനുഗ്രഹമൊക്കെ കൊടുത്ത് എല്ലാം ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവരും ഞങ്ങളും ഒരുപോലെ എൻജോയ് ചെയ്തു. എൻ്റെ കുഞ്ഞു ബേബി ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് ഓരോരുത്തർ വരുന്നു, ആരൊക്കെയോ വീട്ടിൽ കയറി ഇറങ്ങുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അവനെല്ലാം ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായി ഞങ്ങളുടെ സ്നേഹം വളയുടെയും ജിലേബിയുടെയും പേടയുടെയൊക്കെ രൂപത്തിൽ അവർക്ക് കൈമാറി. കുറേ നല്ല നിമിഷങ്ങൾ, കുറേ തമാശകളും പൊട്ടിച്ചിരികളും വിഡ്ഢിത്തങ്ങളും ഒക്കെയായി നമ്മൾ നമ്മളുടേതായ ലോകത്ത് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മളതങ്ങോട്ട് ഗംഭീരമാക്കി കേട്ടോ. പുറത്ത് നല്ല മഴ തകൃതിയായി പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഞങ്ങളെ ബാധിച്ചതേ ഇല്ല. ഞങ്ങൾ വേറൊരു ലോകത്തായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെയായി. പിന്നെ നമ്മുടെ എന്നത്തേതും പോലെ കുറേ റീൽസ്. അതിൽ കുറേയൊക്കെ ശരിയായി, കുറച്ചൊക്കെ ശരിയായില്ല. പക്ഷെ ഞങ്ങൾ ഹാപ്പിയായിരുന്നു. എന്തൊക്കെയായാലും അടിച്ചു പൊളിച്ച് നല്ലൊരു ദിവസം എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ വീട്ടിലേക്ക് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ